ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സാലോ ലേണിംഗ്. നമ്മുടെ എക്സാമിന്, അതായത് ആദ്യത്തെ എക്സാമായ മലയാളം ഫസ്റ്റ് അല്ലെങ്കിൽ കേരള പാഠാവലിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ് നമ്മുടെ മയിൽപീലി സ്പർശനം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവർക്കും എന്താണ്, സ്വപ്നം കാണാൻ ഇഷ്ടമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ രാത്രിയിൽ സ്വപ്നമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ചില സ്വപ്നങ്ങളൊക്കെ എന്താണ്, നമ്മൾ അപ്പം സ്പോട്ടിൽ തന്നെ മറന്നു പോകും. പക്ഷെ ചില സ്വപ്നങ്ങൾ രാവിലെ എഴുന്നേറ്റാലും നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ. അപ്പൊ ഇത്തരത്തില് ഒരു സ്വപ്നത്തിനെ പറ്റിയുള്ള വിവരണമാണ് നമ്മുടെ മയിൽപീലി സ്പർശനം എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗം. സൗഹൃദത്തെ, സ്നേഹത്തെ തിരിച്ചറിഞ്ഞ കുറച്ച് മൃഗങ്ങളുടെ കഥയാണ് കേട്ടോ. അപ്പൊ ആ ഒരു പാഠഭാഗത്തെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ആ ഒരു പാഠഭാഗത്തിൽ ഒരു വലിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ഓരോ ദിക്കിലും ഓരോ ദിശയിലുമായിട്ട് കുറച്ച് മൃഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. എല്ലാ മൃഗങ്ങളും കൂടി ഒരുമിച്ചൊന്നും അല്ലായിരുന്നു. ഒരു ഭാഗത്ത് മൊത്തം ആനകളുണ്ടായിരുന്നു, ഒരു ഭാഗത്ത് സിംഹവും പുലിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് മാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ കാടിന്റെ 4 ദിക്കെന്ന് പറഞ്ഞാൽ 4 ആൾക്കാരുടെ ഒരു കൂട്ടം തന്നെയായിരുന്നു. അവരാരും പരസ്പരം ഒന്നും കാണുന്നൊന്നുമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദിവസം നമ്മുടെ ആനയുടെ രാജാവായ നമ്മുടെ കൊമ്പനാനയുടെ അടുത്തേക്ക് ഒരു മുയൽ വന്നിട്ട് ആ തുമ്പിക്കൈയിൽ ഒരു ചെറിയ ഒരു ഉമ്മ തന്നു അല്ലേ. അപ്പൊ നമ്മുടെ മുയൽ വളരെ ക്യൂട്ടായ ഒരു മുയലായിരുന്നു. ആ ഒരു മുയലിന്റെ ഉമ്മ കിട്ടിയപ്പോൾ, അതിന്റെ ഒരു കിസ് കിട്ടിയപ്പോഴാണ് കൊമ്പനാനയ്ക്ക് ആ ഒരു മുയലിനെ പറ്റി, അതിന്റെ ആ ഒരു മനോഹാരിതയെ പറ്റി, ആ ഒരു സ്നേഹത്തിനെ പറ്റി ഒക്കെ മനസ്സിലായത്. അപ്പൊ നമ്മുടെ മുയല് നമ്മുടെ കൊമ്പനാനോട് പറഞ്ഞു, ഞാൻ മാത്രമല്ല, മാനുണ്ട്, മാനിന്റെ ശരീരം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നും നമ്മുടെ കൊമ്പനാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കൊമ്പനാന മാനിന്റെ കാര്യം ആലോചിച്ചത്. പിന്നെ ആ കാട് മൊത്തം ഇങ്ങനെ ഇതൊക്കെ ചർച്ചയായി. സിംഹവും പുലിയും കടുവയും ഒക്കെ പറഞ്ഞു, നമ്മൾ ഇനി അവരുടെ അടുത്തേക്ക് പോയാൽ നമ്മളെ കണ്ട് അവർ പേടിച്ചോടുമോ എന്ന് പറഞ്ഞു. അപ്പൊ അതാണ്ട് ഒരു കാട്ടുപോത്തും കാളയും ഒക്കെ അവിടെ വന്നു. അപ്പൊ അവര് പറഞ്ഞു, നമ്മളിൽ വയസ്സായ ആൾക്കാരെ നിങ്ങൾ ഭക്ഷിച്ചോളൂ, ഞങ്ങൾക്ക് വേറെ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏറ്റവും അവസാനം എന്താണ് സംഭവിച്ചത്, ഈ കാട്ടിലെ 4 ദിക്കിലായിട്ട് താമസിച്ചിരുന്ന അവരെല്ലാവരും അവരുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് അവരൊത്തൊരുമയോടെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റൂലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിലെ ഒരു പ്രധാനപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, മയിൽപീലി സ്പർശനം എന്നാണ് നമ്മുടെ കഥയുടെ പേര്. കഥാകാരി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ശീർഷകം കഥയ്ക്ക് നൽകിയത്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഹെഡ്ലൈൻ നൽകിയത്? നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മയിൽപീലി സ്പർശനം എന്ന് പറയുന്ന ആ ഒരു തലക്കെട്ട് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിന് കൊടുത്തത് എന്നാണ് നമ്മളോട് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദുഃഖവും സന്തോഷകരവുമായ സ്പർശനമാണ് മയിൽപീലിയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത്. ഒരു ഇക്കിളി ഉണ്ടാവും, പക്ഷെ വളരെ നല്ല ഫീൽ ആയിരിക്കും അല്ലെ. മയിൽപീലി കൊണ്ട് തൊടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷങ്ങളാണ് സ്വപ്നത്തിലൂടെയും നമ്മുടെ ഉണ്ണിമായയ്ക്ക് ലഭിച്ചത്. ഉണ്ണിമായ സ്വപ്നത്തിലേക്ക് കടക്കുന്നത് വളരെ പതുക്കെയാണ്. മയിൽപീലി കൊണ്ട് തൊടുന്നത് പോലെയാണ് സ്വപ്നം ഉണ്ണിമായയെയും തൊടുന്നത്. വേദനിപ്പിക്കാത്ത, സന്തോഷം നൽകുന്ന സ്വപ്നമാണ് അവൾ കണ്ടത്. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു നൽകുന്ന സ്വപ്നം ഉണ്ണിമായയ്ക്ക് മയിൽപീലി സ്പർശനമായിട്ടാണ് തോന്നിയത്. ഇത്തരം പ്രത്യേകതകളെ സൂചിപ്പിക്കാനാണ് നമ്മുടെ കഥാകാരി കഥയ്ക്ക് ഈ ഒരു പേര് നൽകിയത്. അതിനാൽ തന്നെ ഈ ശീർഷകം കഥയ്ക്ക് വളരെ ഉചിതമാണ്. അപ്പം കൂട്ടുകാർക്ക് മിസ് ഇവിടെ എഴുതിയ ആശയങ്ങളിൽ നിന്നൊക്കെ എന്താണ് നിങ്ങളുടെ ഉത്തരത്തിലേക്ക് കടന്നു വരാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ശീർഷകം, ഈ ഒരു പേര്, ഈ ഒരു ഹെഡ്ലൈൻ ഇവിടെ കൊടുത്തത് എന്ന് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മയിൽപീലി സ്പർശനം എന്ന കഥയിലെ കൊമ്പനമ്മാവന്റെ സവിശേഷതകൾ കണ്ടെത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പൊ ആ ഒരു കഥയിലുടനീളം നമ്മുടെ കൊമ്പനമ്മാവന്റെ കുറെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂലേ. കഥയിൽ വിവരിക്കുന്ന കാടിനുള്ളിൽ വിവിധ തരങ്ങൾ മൃഗങ്ങൾ ചേരിതിരിഞ്ഞ് പല കോണുകളിലായിട്ടാണ് കഴിഞ്ഞിരുന്നത്. അവരിൽ ഒരാളായിരുന്നു നമ്മുടെ കൊമ്പനമ്മാവൻ. കൊമ്പനമ്മാവനും എന്താണ്, ഒരു ഭാഗത്ത് മറ്റാരും ആയിട്ടും ചങ്ങാതമില്ലാതെ സ്വന്തമായിട്ട് കഴിയുകയായിരുന്നു. അങ്ങനെ കഴിയുമ്പോഴാണ് മറ്റൊരു ദിക്കിൽ താമസിച്ചിരുന്ന മുയൽക്കുട്ടൻ കൊമ്പനമ്മാവന്റെ അടുത്തെത്തി തുമ്പിക്കൈയിൽ ഒരു ഉമ്മ വെച്ചത്. അതോടുകൂടി മറ്റൊരു ജീവിയുടെ സ്നേഹം, സൗഹാർദ്ദം എന്ത് എന്ന് കൊമ്പനമ്മാവന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. കൊമ്പനമ്മാവൻ തന്റെ സ്നേഹം തുമ്പിക്കൈയിലൂടെ നമ്മുടെ മുയൽക്കുട്ടനും പകർന്നു നൽകി. തുടർന്ന് മുയൽക്കുട്ടനുമൊത്ത് ആ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഒന്നിച്ചു ചേർത്ത് നിൽത്താൻ നമ്മുടെ കൊമ്പനമ്മാവന് സാധിച്ചു കേട്ടോ. അവർക്കെല്ലാവർക്കും തുമ്പിക്കൈയിലൂടെ സ്നേഹം പകർന്നു കൊടുത്ത് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതിരൂപമായി നമ്മുടെ കൊമ്പനമ്മാവൻ ആ കാട്ടിൽ നിറഞ്ഞു
നിറഞ്ഞു നിന്നു. അപ്പൊ നമ്മുടെ കൊമ്പനമ്മാവനെ പറ്റി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുവാണെങ്കിൽ കൊമ്പനമ്മാവന്റെ ആ ഒരു വലിയ ആ ഒരു സ്വഭാവ സവിശേഷതയെ ഇങ്ങനെ നമുക്കിങ്ങനെ വിവരിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. അത് നിങ്ങൾ വിവരിക്കണം. അങ്ങനെ നല്ല മാർക്ക് നിങ്ങൾ നേടിയെടുക്കണം. ഓക്കെ, അപ്പൊ ഈ 2 ചോദ്യങ്ങളും ഇതിനോടനുബന്ധിച്ച് കുറെ ക്വസ്റ്റ്യൻസും നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. നമ്മുടെ മാരത്തോണൊക്കെ വരുന്നുണ്ട്. മക്കൾ എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.